ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ റീസെന്റ് നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയ സ്പൂക്കി ലവ് സീരീസിന്റെ സെക്കൻഡ് എപ്പിസോഡാണ്. കിടിലൻ സീരീസ് ആണ്. ഈ വീഡിയോയ്ക്ക് നമ്മുടെ ടാർഗറ്റ് വെറും 30 ലൈക്സ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ ഓരോ കമന്റ്സ് ആണ് വേഗം വീഡിയോ ചെയ്യാനുള്ള എന്റെ മോട്ടിവേഷൻ. അപ്പൊ നമുക്ക് നേരെ കഥയിലോട്ട് പോയാലോ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടാണ് നായകി വീഴാൻ പോകുമ്പോൾ നായകൻ കൈ കയറി പിടിക്കാൻ പോകുന്നതും അങ്ങനെ കൈ തട്ടിയോ ഇല്ലയോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ സെക്കൻഡ് എപ്പിസോഡ് തുടങ്ങുന്നത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച പോലെ കൈ കയറി പിടിക്കുന്നില്ല. അവള് കൈയുടെ അടുത്തെത്തുമ്പോഴേക്കും ഇവളുടെ കൈയുടെ മുട്ട് വെച്ച് നമ്മുടെ നായകനെ തട്ടി മാറ്റുവാണ്. അല്ലെങ്കിൽ നായകൻ രാത്രി പ്രേതങ്ങളെ കണ്ട് മരിച്ചേന്, അമ്മാതിരി അവസ്ഥയാണ്. അങ്ങനെ നമ്മുടെ നായകനെ പ്രേതത്തിൽ നിന്ന് രക്ഷിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ നായകൻ ചോദിക്കുവാണ്, എന്നെ കണ്ടപ്പോൾ എന്തിനാ ഓടിയെന്ന് ചോദിക്കുന്നു. ഓടിയതൊന്നുമല്ല, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, അവോയ്ഡ് ചെയ്താന്ന് പറയുന്നു. അപ്പൊ ഇവൻ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താ വൈറസ് ആണോ എന്നെ അവോയ്ഡ് ചെയ്യാനെന്നൊക്കെ. എന്നിട്ട് അതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നായകൻ ചോദിക്കുവാണ്, നിനക്ക് എങ്ങനെയാ ബോഡി ആ കാറിന്റെ ഉള്ളിലുണ്ടെന്ന് മനസ്സിലായെന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവള് പറയുന്നു, അത് എനിക്കങ്ങനെ മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് ഇവനെ ഇറക്കി വിടാൻ നോക്കുന്നു റൂമിൽ നിന്ന്. എന്നിട്ട് പിന്നെയും ചോദിക്കുമ്പോൾ പറയാണ്, ഒരാൾ എന്നോട് പറഞ്ഞാന്ന് പറയുന്നു. അപ്പൊ ഇവൻ ചോദിക്കുന്നു, ആരാ പറഞ്ഞെന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവള് പറയാണ്, എന്നോടൊരു ഗോസ്റ്റ് പറഞ്ഞാന്ന്, ഒരു പ്രേതം പറഞ്ഞാന്ന്. അപ്പൊ ഇവൻ ഞാൻ പൊട്ടനാന്നാ വിചാരിച്ചാണ്, എന്നെ കളിയാക്കാൻ നോക്കുവാണെന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവള് പറഞ്ഞു, സത്യം പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല, പിന്നെ ഇനിയിപ്പോ പറഞ്ഞ കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും ഇവളുടെ മുത്തശ്ശി അങ്ങോട്ട് വരുവാണ്. അപ്പൊ പിന്നെ ഇവൻ ഇറങ്ങി പോകണ്ടോ വന്നു, കാരണം വേറെ വഴിയില്ലല്ലോ. അങ്ങനെ അവിടെ ആ കോൺവെർസേഷൻ നിൽക്കുവാണ് നായകനെ നായികയുടെ. അങ്ങനെ അവൻ അവളുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോ മറ്റവനെ കാണുന്നുണ്ട്. ആദ്യം ഒരു കൊലയാളിനെ കണ്ടില്ലായിരുന്നു, മറ്റേ കോടതിയിൽ വെച്ച് ഇവൻ തോക്കണ കേസ്. അപ്പൊ അതിലുള്ളവനെ. അപ്പൊ അവൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാമിലിയില് ആ കൊച്ചിനെ കെട്ടാൻ പോകുന്ന കേട്ടായിരുന്നല്ലോ, നമ്മുടെ യോരിയുടെ കസിനെ കെട്ടാൻ പോണ കാര്യം. അപ്പൊ അത് ഈ നായകനോട് പറയുന്നു. അപ്പൊ പറയുന്നു, നീ കഴിഞ്ഞ ദിവസമല്ലേ ഒരു കൊച്ചിനെ ഫ്ലാറ്റിലിട്ട് കൊന്നതെന്ന് നമ്മുടെ നായകൻ ചോദിക്കുന്നു. അതിനെ തപ്പിക്കൊണ്ടിരിക്കുക, നിനക്കിട്ടുള്ള പണി വരണ്ടട്ടോ എന്നും പറഞ്ഞാൽ പോകുന്നു. പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ കുറെ ഗിഫ്റ്റൊക്കെ ആയിട്ട് പിള്ളേരെ എടുത്തിട്ടില്ലാണ്. എന്നിട്ട് പിള്ളേരുടെ ഒപ്പം ഫുട്ബോൾ കളിക്കുന്നു. അങ്ങനെയൊക്കെ ഭയങ്കര കൈൻഡാന്നാണ് കാണിക്കുന്നത് നമ്മുടെ നായകന്. ആ ടൈമിൽ ഒരു പയ്യൻ പന്തടിക്കുമ്പോ ഇവൻ ഗോൾ കീപ്പർ ആട്ടോ നായകൻ. അവൻ സേവ് ചെയ്യാൻ നോക്കുമ്പോ അതൊരു വീടിന്റെ അകത്തേട്ട് ചില്ല് പൊട്ടി അകത്തേട്ട് കയറിപ്പോണ്ട്. എന്നിട്ട് ഇവൻ ആ വഴി വലിഞ്ഞ് കയറിയാണ് ആ പന്തെടുക്കുന്നത്. ആ പന്തെടുക്കുന്ന സമയത്ത് നായകന് മനസ്സിൽ തോന്നും, അങ്ങനെയാണെങ്കിൽ ആ ഹോട്ടല് ആ കൊല നടന്ന സമയത്ത് ഇവൻ ഒരു കേസ് തോറ്റുമല്ലോ, ആ കേസിൽ ആ കൊല നടന്ന സമയത്ത് ആ വിൻഡോയിൽ നിന്ന് എന്തോ ചെയ്യാൻ പാടില്ലായിരുന്നോ എന്നൊരു മൈൻഡ് സെറ്റ് ഇവന് കിട്ടും. എന്താണെന്നറിയില്ല, അത് നമുക്ക് കണ്ടറിയാം. അങ്ങനെ ഇവന്റെ ഓഫീസിലോട്ട് ചെല്ലുവാണ്. കാണിക്കുന്നത് നമ്മുടെ വില്ലനാണ്. വില്ലൻ എന്ന് പറയാൻ പറ്റില്ല, കോമഡിയൊക്കെയാണ് ഈ ക്യാരക്ടർ. പക്ഷെ ഇവനൊരു പെണ്ണിനെ കൊന്നു എന്നാണല്ലോ പറയണത്. അപ്പൊ നമുക്ക് ഇവനെ കൊലയാളി എന്ന് വിളിക്കാം. അപ്പൊ കാണിക്കുന്നത് കൊലയാളിനെയാണ്. ഇവൻ പുതിയതായിട്ട് കെട്ടാൻ പോണേ എന്ന് പറഞ്ഞാൽ നമ്മുടെ യോരിയുടെ നായികയുടെ ഫാമിലിയിലുള്ള ഒരു കൊച്ചിനാലോ കെട്ടാൻ പോണേ. അവരായിട്ട് ചില്ലായിട്ട് സംസാരിച്ചിരിക്കുകയാണ്. അപ്പൊ അവര് പറയുന്നുണ്ട്, യോരി നിന്നെ പറ്റി മോശമായിട്ട് സംസാരിച്ചു. അത് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ടതാലോ. അപ്പൊ ഇവൻ യോരിയുടെ അടുത്തേട്ടില്ലുന്നു, നീ എന്തിനാ എന്നെ പറ്റി അനാവശ്യ കാര്യങ്ങളോ പറയണത് ചോദിക്കുന്നു. അപ്പൊ യോരി പറയുന്നു, നിന്നെ പറ്റി പറഞ്ഞതൊക്കെ ആവശ്യമുള്ളതാ, അന്ന് ആ കൊച്ച് കാണാതാവുന്നത് എന്നുവെച്ചാൽ മരിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, കാണാതായെന്നാ പറഞ്ഞത്. മരിച്ചു എന്ന് തന്നെയാണ് ഈ നായകന്റെ ഒക്കെ ഒരു ഇത്. അപ്പൊ ആ കൊച്ച് നമ്മുടെ യോരിനെ കാണാൻ വന്നിട്ടുണ്ടാകുന്നു യോരി പറയുന്നുണ്ട് നമ്മുടെ കൊലയാളിനോട്. എന്നിട്ട് പറയുന്നു, അവള് വരിക മാത്രമല്ല, അവള് പറഞ്ഞു അവൾ പ്രഗ്നന്റ് ആണെന്നും പറഞ്ഞു എന്ന് പറഞ്ഞു. അത് നമ്മുടെ കൊലയാളിയുടെ കയ്യിൽ നിന്ന് പ്രഗ്നന്റ് ആയെന്ന്. എന്നിട്ട് അവൻ വേറൊരു പെണ്ണിന് വേണ്ടി ഇവളെ ഉപേക്ഷിച്ചു എന്നും പറയുന്നു. അപ്പൊ നമ്മുടെ കൊലയാളി പറയാണ്, അതൊക്കെ ചുമ്മാ പറയണതാ, അവൾ അല്ലെങ്കിൽ ഒരു നുണച്ചിയാന്നാ പറയുന്നു. അപ്പൊ നമ്മുടെ നായിക പറയുന്നു, എന്നാൽ പിന്നെ അവളോട് തന്നെ ചോദിച്ചാലോ എന്ന് ചോദിക്കുന്നു. അപ്പൊ അവൻ പറയുന്നു, അവള് കൊലപ്പെട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ യോരി പറയുന്നു, കൊലപ്പെട്ടു എന്നല്ലല്ലോ, കാണാതായെന്നല്ലേ നീ പറഞ്ഞേക്കണെന്ന് ചോദിച്ചു. അപ്പൊ എന്നാ പിന്നെ അവൾ എവിടെയാന്ന് ചോദിച്ചു. അപ്പൊ പറയുന്നു, അവളിപ്പോ നമ്മുടെ റൂമിലോട്ട് വരുമെന്ന് പറയുന്നു. അപ്പൊ ആരോ റൂമിലോട്ട് വന്നത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് അവളുടെ പ്രേതം വന്ന് റൂമിലിരിക്കുന്ന കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ വില്ലന് കാണാൻ പറ്റില്ലല്ലോ, വില്ലൻ എന്ന് പറഞ്ഞാൽ കൊലയാളിക്ക്. അപ്പൊ പറഞ്ഞു, അവള് പറയണ്ടേ ഇവനൊരു ചാമ്പ്യൻഷിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പൊ നീ എന്തോ എത്ര ദൂരത്തേട്ട് പോകുന്നോ അത്രയും ദൂരത്ത് താഴെ ചാടാൻ വലിയ ആയുസൊന്നും വേണ്ടാന്ന് പറഞ്ഞു എന്ന് പറയുന്നു നമ്മുടെ ഗോസ്റ്റ്. പക്ഷെ ഇവനൊന്നും വിശ്വസിക്കണമെന്നില്ല കൊലയാളി. നീ കളിപ്പിക്കാണ്ട് പോകുന്നു പറഞ്ഞ് അവൻ റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ് നമ്മുടെ യോരിയുടെ. അങ്ങനെ നമ്മുടെ നായകൻ ആ കേസ് ഒന്നും കൂടെ ശരിക്കും ഒന്ന് നോക്കുകയാണ്. എന്തോ ജുങ്ദ എന്തോ ആണ് ആ മരിച്ച പെണ്ണിന്റെ പേര്. അപ്പൊ ജുങ്ദയുടെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് എങ്ങനെയാണ് ഫ്ലാറ്റിൽ നിന്ന് ബോഡി എടുത്തുകൊണ്ട് പോണതും കാര്യങ്ങളൊക്കെ ഇവൻ ഹാലുസിനേഷൻ പോലെ കണ്ട് ചെന്ന് ഇവന് മനസ്സിലാവും ടെറസിന്റെ മേളിൽ മറ്റേ ടാങ്കിന്റെ അകത്തേട്ടാ ബോഡി ഇട്ടേന്ന്. അങ്ങനെ അങ്ങോട്ട് പിടിച്ചു കയറാൻ നിൽക്കുമ്പോ ഇവൻ അടുത്ത പിടിക്കലിന് ഇവൻ കാണുന്നത് നമ്മുടെ നായകീനെയാണ്. നായികയുടെ കാലിൽ കയറിയും പിടിക്കുന്നത്. അപ്പൊ ഇവൻ എവിടെ ചെന്നാലും നായിക അവിടെ ഉണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ മറിഞ്ഞ് താഴെ കിടക്കുവാണ്. നായികയുടെ കാലിൽ കയറി അറിയാണ്ട് പിടിച്ച് വലിക്കണ്ട് നമ്മുടെ നായകൻ.
അങ്ങനെ രണ്ടുപേരും നിലത്തടിച്ച് കിടക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നായകൻ ടാങ്കോർ ഒന്ന് നോക്കുമ്പോൾ അതിൽ ബോഡി കിടക്കുന്നുണ്ട്. അപ്പൊ നായികയും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ നായകന് മനസ്സിലാവുന്നുണ്ട് എന്തോ കണക്ഷൻസ് ഉണ്ട് ഇവളും ഡെഡ് ബോഡീസും തമ്മിലെന്ന്. അതേസമയം നമ്മുടെ ആ കൊലയാളിയില്ലേ, അവനാണെങ്കിൽ അവന്റെ പേര് സെങ്ജു എന്നാണ് കേട്ടോ. അവനാണെങ്കിൽ വേറെ ചാമ്പ്യൻഷിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ ഈ പന്ത് അടിച്ചേർന്ന ആ കളിയിൽ അങ്ങനെ അവൻ ജയിച്ച് നിൽക്കുവാണ് അതില്. പക്ഷെ അപ്പോഴേക്കും ബോഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി മിക്കവാറും അവൻ കേസ് തോക്കാനാണ് ചാൻസ് കൂടുതൽ. അങ്ങനെ നമ്മുടെ സെങ്ജു എന്ന് പറഞ്ഞ കൊലയാളി അവിടെ കിടന്ന്, പക്ഷെ ഇവൻ കൊല ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാണ്ട് വരണ കേട്ടോ, അത് കാണിക്കുന്നുണ്ട്. കാരണം ഇവൻ അവള് പ്രഗ്നന്റ് ആന്ന് പറയുമ്പോൾ ചുമ്മാ നുണ പറയല്ലേ എന്ന് പറഞ്ഞ് തള്ളു കൊടുക്കുമ്പോൾ അവളുടെ തല പോയി അടിച്ച് മരിച്ചു പോകണയാണ്. അല്ലാണ്ട് തല്ലി കൊല്ലൊന്നും അല്ല. അവൻ അത്ര വലിയ കൊലയാളിയല്ല, പക്ഷെ എന്നാലും കൊല ചെയ്തിട്ടുണ്ട്. ആ ടൈമിൽ ഇവൻ ട്രോഫിയൊക്കെ വാങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ അണ്ണൻ നായകൻ പോലീസായിട്ട് വരുവാണ്, മറ്റേ സൗണ്ടൊക്കെ കേൾപ്പിച്ചുകൊണ്ട്. അതൊരു കിടിലൻ സീനാണ്. കാരണം നായകനൊന്നും മൂഞ്ചിയതല്ലോ ഫസ്റ്റ് എപ്പിസോഡിൽ. അതിൻ്റെ ഒരു റിവെഞ്ച് പോലെയാണ് നായകൻ തന്നെ. അപ്പം നമ്മുടെ സെയിഞ്ചു ചോദിക്കുന്നുണ്ട് എന്നെ അതിനെ അറസ്റ്റ് ചെയ്യാൻ വാറണ്ടുണ്ടോന്നൊക്കെ. അപ്പം തന്നെ ഫോൺ എടുത്താൽ കാണിച്ചു കൊടുക്കണം പുതിയ ന്യൂസൊക്കെ, ഡെഡ് ബോഡി കിട്ടിയ കാര്യമൊക്കെ. അങ്ങനെ കുറച്ച് മാസൊക്കെ അടിച്ച് അണ്ണൻ അവനെ ജയിലിലോട്ട് പറഞ്ഞു വിടുവാണ്. ജയിലിലോട്ടല്ല, സെർച്ച് വാറണ്ടും കൊടുത്ത് പോലീസിന് കൈമാറുവാണ്. ഇനി ജയിലിലാലോ വഴിയുള്ളൂ. പക്ഷേ നമ്മുടെ കൊലയാളി സെങ്ജു കൂളായിട്ട് ആ കേസിൽ നിന്ന് ഊരിപ്പോരും കേട്ടോ. കാരണം ഇവൻ്റെ അച്ഛൻ അത്ര പവർഫുള്ളാണ് പൈസയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ. അപ്പോൾ ആ പെണ്ണിൻ്റെ പാസ്റ്റ് അങ്ങനെയായിരുന്നു. ഈ മോനെ കുറേ ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പബ്ലിക്കിൽ ഇതൊക്കെ കൊടുത്ത് ആ പെണ്ണിനെതിരെ കേസും ആക്കി. ആ പെണ്ണ് മരിച്ചതിനൊരു കാര്യവും ഇല്ലാണ്ടാക്കി. അങ്ങനെ ഇവൻ ഊരിപ്പോരുമെന്നാണ് തോന്നണത്. ഊരിപ്പോന്നിട്ടില്ല ഇതുവരെ. ആ ടൈമിൽ നമ്മുടെ നായകനെ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കോൾ ചെയ്യുകയാണ്. എന്നിട്ട് പറയുന്നു നീ എൻ്റെ വെഡ്ഡിങ്ങിന് വരില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ വെഡ്ഡിങ് ആർന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുന്നു മെസ്സേജ് ഒന്നും നീ കണ്ടില്ല എന്ന് ചോദിക്കുന്നു. അപ്പോൾ എന്തായാലും ഇനി നായകന് വെഡ്ഡിങ്ങിന് പോകണം. അപ്പോൾ കൂട്ടുകാർ പറയുകയാണ് എന്നാൽ നിൻ്റെ അമ്മൂമ്മേനെ വിളിച്ചുകൊണ്ട് പോ, അപ്പോൾ നിനക്കൊരു ഫണ്ണാവുമല്ലോ എന്ന് പറയുന്നു. അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ നായകൻ ആ വെഡ്ഡിങ് അറ്റൻഡ് ചെയ്യാൻ പോണതാണ്. പക്ഷേ നമ്മുടെ നായകൻ ചെല്ലുന്ന അതേ സ്ഥലത്ത് നമ്മുടെ നായികയും എത്തിയിട്ടുണ്ട്. എന്താ കാര്യമൊന്നും അറിയില്ല, പക്ഷെ നായകൻ എത്തിയിട്ടുണ്ട്. ഇത് കോയിൻസിഡൻസാണ്. കാരണം നായകൻ ഇവിടെ കേസ് അന്വേഷിക്കാൻ വന്നതല്ല, പക്ഷെ നായക ഇവിടെ എന്തോ അന്വേഷിക്കാൻ വന്നേക്കാണ്. പക്ഷെ രണ്ടുപേരും തമ്മിൽ കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ രണ്ടുപേരും എത്തിയിട്ടുണ്ട് കറക്റ്റ് സ്ഥലത്ത് തന്നെ. അങ്ങനെ നമ്മുടെ നായകൻ കൂട്ടുകാരനെ പോയി കാണുവാണ് കല്യാണത്തിന്റെ. പക്ഷെ നമ്മുടെ കൂട്ടുകാരനാണ് ഈ നായകനെ വിടുന്നില്ല. നീ ഇന്ന് നൈറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടാ പോവാളെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടാണ് നമ്മുടെ കൂട്ടുകാരൻ പോണത്. സോ അവനിനി തിരിച്ചു പോകാൻ പറ്റില്ല, രാത്രി ഇവിടെ സ്റ്റേ ചെയ്തേ പറ്റുള്ളൂ. നമ്മുടെ നാഗി അവിടെ കേസൊന്നും അന്വേഷിക്കാൻ തന്നെയല്ല കേട്ടോ. പിന്നെ കാണിക്കേണ്ടത് ഒരു കാങ് മിൻഹാൻ എന്ന് പറഞ്ഞവനെ പരിചയപ്പെടാൻ തന്നെയാണ്. ഇവര് പണ്ടത്തെ വലിയ കൂട്ടുകാരാന്ന് തോന്നുന്നു. ഇവരെ കാണാനാണ് ഈ ഉടുക്കത്തെ ലുക്ക്. അപ്പൊ ഇവരെ തമ്മിൽ ഇങ്ങനെ കൊണോണാന്ന് സംസാരിക്കുന്നുണ്ട് ബിസിനസിനെ പറ്റിയൊക്കെ. അപ്പൊ ഇവൻ പറയുന്നു ഇന്ന് നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്തിട്ടാ പോകുള്ളൂ എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ നായകനും ഈ ഹോട്ടലിലുണ്ട്, അതേപോലെ നമ്മുടെ നായികയും ഈ ഹോട്ടലിലുണ്ട്. അപ്പൊ ഇന്ന് നൈറ്റ് എന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോയിൻസിഡൻസ് കൊണ്ട് ഇടില്ലല്ലോ. അങ്ങനെ നമ്മുടെ നായകന്റെ കൂട്ടുകാരൻ ഒരു കിഡിലൻ ഹോട്ടലാണ് നായകന് ബുക്ക് ചെയ്ത് കൊടുത്തതാണ്. അതേപോലെ നായകി പിന്നെ ഒടുക്കത്തെ റിച്ചാലോ, അപ്പോൾ ഊഹിക്കാലോ ഏത് ടൈപ്പ് ഹോട്ടലായിരിക്കും എന്ന്. അങ്ങനെ രണ്ടുപേരും ഒരു ഹോട്ടലിലാണ്, പക്ഷെ ഡിഫറെന്റ് ഫ്ലോർസിലാന്ന് തോന്നുന്നു. അങ്ങനെ അവർ സ്റ്റേ ചെയ്യുകയാണ് അവിടെ. വേറെ ഫ്ലോറിലൊന്നും അല്ല കേട്ടോ, സെയിം റൂമിൽ തന്നെയാന്ന് തോന്നുന്നു. കാരണം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നില്ല, പക്ഷെ സെയിം റൂമാന്ന് സീരീസ് കാണിക്കുന്നുണ്ട്. നായകനാണെങ്കിൽ ഓരോന്ന് ചെയ്യുമ്പോൾ മറ്റേ നായികോർക്കും ഗോസ്റ്റ് ആയിരിക്കും, ഏതിലും ഗോസ്റ്റ് പുറകെ വന്നായിരിക്കും എന്ന് ഓർക്കും. കാരണം നായകനെ കാണുന്നില്ലല്ലോ. നായകൻ ഓരോ ഒച്ചയെ കേൾക്കുമ്പോൾ ഓർക്കും മറ്റേ തോന്നിയതായിരിക്കും എന്ന് ഓർക്കും. പക്ഷെ രണ്ടുപേരും സത്യം പറഞ്ഞ ഒറ്റ റൂമിലാണ്. എന്താ അപ്പുറം ഇപ്പുറം എന്തോ മാറിപ്പോണെന്തോന്ന് തോന്നുന്നു. അങ്ങനെ നായിക പറയാണ് ഷോ ഈ ഐലൻഡിൽ വന്നാൽ പോലും ഗോസ്റ്റുകൾ സമാധാനം തരില്ലല്ലോ, ഏത് ലോക്കൽ ഹോസ്റ്റ് ആണോ എന്തോ എന്നെ പുറകെ വന്നേക്കണേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നായകൻ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നായിക അപ്പർ റൂം അടച്ചിട്ടിട്ടാണ് അവളെ ഗോസ്റ്റിനെ കയറ്റാണ്ട് ഇവളുടെ പണി നോക്കാന്ന് ഓർത്തു. പക്ഷെ ഇവള് ഈ റൂമിലെ പെട്ടിയൊക്കെ തുറക്കണം വെച്ചേക്കുമ്പോൾ നായകന് പേടിയാവുകയാണ് ആരാ അപ്പർ റൂമിലെന്നുള്ള രീതിയിൽ. കാരണം നായകൻ ഇന്നേ ഒരു ഗോസ്റ്റുകളൊന്നും കണ്ടിട്ടില്ലല്ലോ. നായിക എക്സ്പെക്ട് ചെയ്യണത് ഒരു ഗോസ്റ്റ് ഇപ്പൊ തന്നെ വരുമെന്നാണ്. നായകൻ ആ വാതിലിന്റെ അടുത്ത് വരെ പോയിട്ട് ആരും ഉണ്ടാവില്ല തോന്നിയായിരിക്കും എന്ന് ഓർത്ത് തിരിച്ചു വന്ന് കിടക്കും. മറ്റേ ഇവൻ സോഫയിൽ വന്ന് കിടക്കുവാണ്. നായികയാണെങ്കിൽ ഇനിയും ഡിസ്റ്റർബൻസ് ആലോ എന്നോർത്ത് ഹെഡ്സെറ്റൊക്കെ കുത്തി ഇവള് ഒരു ബെഡ് കയറി കിടന്നു. അപ്പൊ രണ്ടുപേരും ഒരു റൂമിലുണ്ട്, പക്ഷെ രണ്ടുപേർക്കും ആരാന്നൊന്നും അറിയില്ല. നായികയുടെ വിചാരം ഏതൊരു ഗോസ്റ്റ് വന്നിട്ടുണ്ടെന്ന് മാത്രം, അത്രേ ഉള്ളൂ. അങ്ങനെ നായകനും കുറെ നേരം സിനിമയും കണ്ട് വെള്ളം അടിച്ചിട്ട് വന്ന് കിടക്കുവാണ്. ഇതെന്നെ വിറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നായകനും നായികയും കിടന്നത് ഒരു ബെഡിലാണ്. ഇപ്പൊ രാവിലെ എണീക്കുമ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണും നോക്കിയാണ് എണീക്കേണ്ടത് തന്നെ. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചണ്ടാക്കട്ടെ. നായിക അവിടെ ഇരിക്കുന്ന മറ്റേ പില്ലോയൊക്കെ എടുത്ത് നായകന്റെ നേരെ എറിയണൊക്കെ ഉണ്ട്. എന്നിട്ട് ആ ഹോട്ടലിന്റെ ഉടമകൾ വന്നിട്ട് സോറി പറയുന്നുണ്ട്, കാരണം അറിയാണ്ട് റിസർവേഷൻ മാറിപ്പോയതാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ മറ്റവനില്ല ആ ലുക്കുള്ളവൻ, ഈ കാങ് മിൻഹോ എന്ന് പറഞ്ഞവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നായകീനെ പണ്ടേ അറിയാവുന്നവൻ,
അവനിത് കാണുമ്പോൾ ഒരു ജലസി പോലെ തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവന് നായികയോട് ചെറിയ താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് ഇവള് ലിഫ്റ്റിൽ വെച്ച് ഇവള് ഓർക്കുവാണ് ഇനിയിപ്പോൾ അറിയാണ്ടെങ്ങാനും ഞാൻ ഇവനെ ടച്ച് ചെയ്തു എന്നുണ്ടെങ്കിൽ ഇവൻ്റെ കാര്യം പോക്കാലോ. അപ്പോൾ ഇവള് പയ്യെ ചോദിക്കുകയാണ്, അല്ല ഇന്നലെ രാത്രി അറിയാണ്ടല്ലോ ഞാൻ എന്തെങ്കിലും ഫിസിക്കലായിട്ട് ടച്ച് ചെയ്താർന്നു ചോദിക്കുന്നു. അപ്പം നമ്മുടെ നായകൻ ചോദിക്കുകയാണ്, എന്ത് ഇനിയിപ്പോൾ എൻ്റെ എതിരെ സെക്സിന് നീ എന്നുവെച്ചാൽ കയറി പിടിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ വേണ്ടിയാണോ എന്ന് ചോദിക്കുന്നു. അപ്പം അതിനൊന്നുമല്ല, ഞാൻ ചുമ്മാ ചോദിച്ചു എന്നുള്ളത് ടച്ച് ചെയ്തേ പോലെ വല്ലതും തോന്നിയായിരുന്നു എന്ന് ചോദിക്കുന്നു. അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയേണ്ട നായകൻ. എന്നിട്ട് നമ്മുടെ നായകൻ പറയാണ്, നീ എന്താ വിചാരിച്ച കണ്ട പെണ്ണുങ്ങളെ കയറി പിടിക്കുന്ന ടൈപ്പാണ് ഞാനെന്നോ? അത് മാത്രമല്ല എൻ്റെ ടേസ്റ്റ് അല്ല നീ എന്നും പറയുന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ ടൈപ്പല്ല എന്ന് പറയില്ലേ, അങ്ങനെ പറയുന്നു. അത് കേൾക്കുമ്പോൾ നായികയ്ക്ക് എന്തോ പോലെയോ. നായിക പറയും, നിന്റെ ടൈപ്പ് എന്തിനാ ഞാൻ നോക്കണേന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നായികയ്ക്ക് അത് കേട്ട് കഴിയുമ്പോൾ ഒരു ദേഷ്യം വരും. കാരണം ഒരാളങ്ങനെ ഇപ്പോൾ ഒരാൾ മുഖത്ത് നോക്കി പറയുമ്പോൾ ഒരു അസൂയ ദേഷ്യമൊക്കെ വരുമല്ലോ. എന്നിട്ട് അവൾ പെറുപിറുത്തോണ്ട് പോവാണ്. ഞാൻ അവന് ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടി ചോദിച്ചത്, എന്നിട്ട് അവന് ഇങ്ങനത്തെ ഒരു സ്വഭാവം അവൻ അനുഭവിക്കട്ടെ, ഗോസ്റ്റ് വരുവാണെങ്കിൽ ഇപ്പം എനിക്കെന്താന്ന് ചോദിക്കുന്നു. അങ്ങനെ പറഞ്ഞ അവൾ നടന്നു പോവാണ്. എന്നിട്ട് അങ്ങനെ പറഞ്ഞ് ഇവർ ആ എസ്കലേറ്ററിൽ പോകുമ്പോൾ ഒരു പയ്യനും അമ്മയും കൂടെ അവരുടെ സൂട്ട് കേസ് കയ്യിൽ നിന്ന് മറിഞ്ഞു പോവാണ്. അതാണ് നമ്മുടെ യോരിയുടെ നേരെയാണ് തന്നെ. നമ്മുടെ നായകൻ അത് ചാടി വന്ന് ആ സൂട്ട് കേസ് വലിച്ചു പൊക്കിപ്പോയി മറിഞ്ഞാടുവാണ്. നമ്മുടെ യോരിയുടെ മേത്തൊന്നും തട്ടാനുള്ള. അപ്പോഴേക്കും നമ്മുടെ കാൻ മിൻ ഹാങ്ങില്ലേ, ഇവളോട് ക്രഷുള്ള അവൻ വന്നിട്ട് പറയാണ്, യോരി ഒന്നും പറ്റിയില്ലാലോ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് നമ്മുടെ നായകനോട് വന്ന് പറയാണ്, ഈ ഹോട്ടലിൽ നിന്ന് ഒരു ഇത് പിടിച്ചോ, കാരണം ഇനി എപ്പോൾ വേണമെങ്കിലും വന്നാൽ ഇവിടെ ഫ്രീ ആയിട്ട് സ്റ്റേ ചെയ്യാനുള്ളൊരു കാർഡാന്ന് പറയുന്നു. അപ്പോൾ ഇവൻ പറയുന്നത് അതൊന്നും വേണ്ടാന്ന് പറയുന്നു. അപ്പം ഇവൻ പറയുന്നു, ഞാൻ ജസ്റ്റ് യോരീനെ രക്ഷിച്ചു. എന്നുവെച്ചാൽ നായകൻ പറയുന്നു അത്രേ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പം നമ്മുടെ മറ്റേ പയ്യൻ ഇവളോട് ക്രഷുള്ളവൻ പറയാണ്, യോരിക്ക് എന്തെങ്കിലും പറ്റിയാൽ അത് എനിക്ക് പറ്റണ പോലെ അങ്ങനെയൊക്കെ പറയുന്നു. ക്രിഞ്ചായിട്ട് പറയാണ്. ഇവനക്ക് അവളെ ഇഷ്ടമാകുന്ന രീതിയിൽ തന്നെ. അത് കഴിയുമ്പോൾ യോരി ഇവൻ്റെ നേരെ നോക്കുന്നുണ്ട്, ഇവൻ എന്നാ സൂക്കേടെന്നും പറഞ്ഞു. എന്നിട്ട് നമ്മുടെ യോരിയും ഇവനോട് നന്ദി പറയുന്നുണ്ട്. അപ്പം അതൊന്നും തട്ടിയാർന്നെങ്കിൽ ഞാൻ മറിഞ്ഞാടി എനിക്ക് എന്തെങ്കിലും പറ്റിയനെ നന്ദി ഉണ്ട് കേട്ടോ എന്ന് പറയുന്നു. അപ്പം നായകൻ പറയുന്നത് അത് കുഴപ്പമൊന്നുമില്ല, അപ്പം ആരാണെങ്കിലും ഞാൻ രക്ഷിച്ചേനെ എന്ന് പറയുന്നു. എന്നിട്ട് നമ്മുടെ നായകൻ ഇങ്ങനെ അവൻ പറഞ്ഞ ആ ഡയലോഗ് ഒന്നോടെ പറയാണ്, ഇഫ് യോരി ഗെറ്റ് ഹെർട്ട് എനിക്കും വേദനിക്കുമെന്ന് അയ്യേന്നൊക്കെ പറഞ്ഞിട്ട് നായകൻ നടന്നു പോവാണ്. അങ്ങനെ ആ ക്രഷുള്ളവനില്ലേ ആ യോരിനോടുള്ള, അപ്പം അവനോട് ആ ഹോട്ടലിലെ മറ്റേ ആ റിസർവേഷൻ കൊടുത്തവരില്ലേ, അവർ വന്നിട്ട് സോറി വേണമാണ്, സാർ ഇന്നലെ രാത്രി അങ്ങനെ അറിയാണ്ട് പറ്റിയതാന്നൊക്കെ. അപ്പം നമ്മുടെ മച്ചാൻ പറയാണ്, നിങ്ങളെന്നാ ജോലി നിർത്തി പൊക്കോളാൻ പറഞ്ഞ് രണ്ടുപേരെ പറഞ്ഞു വിടുന്നു. കാരണം നിങ്ങളിവിടെ വേണ്ടാന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടുവാണ്. എന്നിട്ട് നമ്മുടെ നായകൻ പോകാൻ തുടങ്ങുമ്പോൾ അവിടെ ഒരു അമ്മൂമ്മണെന്ന് ഒച്ചനാക്കുവാണ്, എൻ്റെ ഡാമി മോളെ കാണുന്നില്ല എന്നും പറഞ്ഞു. അപ്പം നമ്മുടെ നായകൻ ആ അമ്മേനോടൊന്ന് ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയെന്നൊക്കെ. അപ്പം അമ്മ പറയുന്നു, എൻ്റെ മോൾ ഇന്നലെ ഇങ്ങോട്ട് വന്നതാ, പിന്നെ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല, എന്തോ പ്രശ്നമുണ്ടെന്നോ പറയുന്നു, ഒന്ന് കണ്ടുപിടിച്ച് തന്നെന്നോ പറയുന്നു നമ്മുടെ നായകനോട്. അങ്ങനെ നായകൻ അവളുടെ റൂമൊക്കെ കയറി ചെക്ക് ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ അവളുടെ വീട്ടിലുള്ള റൂം. അങ്ങനെ നായകൻ അവളുടെ റൂമിൽ കയറി നോക്കുമ്പോൾ അവള് ഡിസൈനറാണെന്ന് മനസ്സിലാവും. കാരണം കുറെ ഡ്രസ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ സീരീസിന്റെ ഈ എപ്പിസോഡിന്റെ ഇടയ്ക്കും ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്യുന്ന ഒരു പെണ്ണ് കുറച്ചിടന്ന് വേർക്കിനെ കാണിക്കുന്നുണ്ട്. അപ്പൊ അവളാവാനാണ് ചാൻസ് കൂടുതൽ ആ കൊച്ചിനെ കൊന്നത്, എന്നുവെച്ചാൽ ഡാമിനെ കൊന്നത്. എന്നിട്ട് നമ്മുടെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ നായിക പോവാൻ തുടങ്ങുമ്പോൾ വണ്ടി ഒന്ന് പഞ്ചറാവുന്നു. അപ്പോൾ അത് കുഴപ്പമില്ലാന്ന് നായിക പറയുന്നുണ്ട് ഡ്രൈവറിനോട്. ആ ടൈമിൽ ആ ഗോസ്റ്റ് വന്നത് ഇവള് കാണുന്നുണ്ട്. ഇവൾക്കറിയാലോ ഗോസ്റ്റ് വരുമ്പോൾ ഉള്ളത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, നായകനും ഇനി ഐലൻഡിൽ ആ കേസിന് വേണ്ടി നിൽക്കും, അതേപോലെ നായികയും ഈ ഗോസ്റ്റിന് വേണ്ടി അത് കണ്ടുപിടിക്കാൻ വേണ്ടി നിൽക്കും എന്നുള്ളത്. അങ്ങനെ നമ്മുടെ നായകൻ ആ ഹോട്ടലിലെ CCTV ക്യാമറ വെച്ചിട്ട് എങ്ങോട്ടാ പോയെന്നുള്ളത് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഒരു ടാക്സിയുടെ ലൊക്കേഷൻ കിട്ടുന്നു. അങ്ങനെ അങ്ങോട്ട് ചെല്ലുവാണ്. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ യോരി കടലിലോട്ട് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പാണ് അവിടെ ആയിരിക്കും ബോഡി കളഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ നായകൻ യോരിനെ കാണുവാണ് അവിടെ. നായകൻ ചോദിക്കുവാണ്, നീ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കണേന്ന് ചോദിക്കുന്നു. അപ്പം നമ്മുടെ യോരി നായിക പറയുവാണ്, ഞാനൊന്നും ചെയ്യണില്ല, നീ പൊക്കോ, നീ നിന്റെ പണി നോക്കിക്കോ എന്ന് പറയുന്നു. ആ ടൈമിൽ നമ്മുടെ നായികയുടെ കാലറിയാണ്ട് വഴുതി പോകുന്നു. അവൾ ആ കടലിലോട്ട് ചാടാൻ പോവാണ്. ആ ടൈമിൽ നമ്മുടെ നായകൻ യോരിയുടെ കൈ കയറി പിടിക്കാൻ പോവാണ്. കാരണം അവള് അല്ലെങ്കിൽ കടലിലോട്ട് വീഴുമല്ലോ. പക്ഷെ അപ്പം തന്നെ അവളെ ജീവൻ രക്ഷിക്കുന്നതിനേക്കാളും വലിയത് അവളുടെ കൈയാന്ന് തോന്നുന്നു. അവള് കൈ രണ്ടും കൂട്ടി കെട്ടുവാണ്. അങ്ങനെ നായകൻ്റെ അവള് കുതിറി മാറി വെള്ളത്തിലോട്ട് ചാടാൻ പോവാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ വെള്ളത്തിലോട്ട് ചാടുവാണ്. അങ്ങനെ വെള്ളത്തിൽ വെച്ച് ഇവരിങ്ങനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. റൊമാൻസ് ഒന്നും അല്ല, ജസ്റ്റ് രക്ഷിക്കാൻ വേണ്ടി. ആ ടൈമിൽ ഇവർ നോക്കുമ്പോൾ അവിടെ ബോഡി കിടക്കുന്നുണ്ട് ആ പെണ്ണിന്റെ. അപ്പൊ അവളെ കൊന്നിട്ട് കൊണ്ടുപോയിട്ടേക്കണ ഈ കടലിലാണ്. അപ്പൊ കൊന്ന മിക്കവാറും മറ്റവളായിരിക്കും. കാരണം ഇവൾക്ക് നന്നായിട്ട് ഡിസൈൻ ചെയ്യാനുള്ള കഴിവുള്ളതാണ്. അപ്പോൾ ആ ഡിസൈൻ എന്തോ പൈസ കുറച്ചെന്തോ എടുക്കാൻ വേണ്ടി എന്തോ ഇവിടെ കൊന്നാന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും അറിയാലോ അടുത്ത എപ്പിസോഡിലൊക്കെ. അങ്ങനെയാണ് ഈ എപ്പിസോഡ് തീരണത്. ഇതും കുറച്ച് മിസ്റ്ററി ആയിരുന്നില്ലേ. പക്ഷെ അവളാണോ കൊന്നതെന്ന് ഉറപ്പില്ല കേട്ടോ. ചിലപ്പോൾ വേണമെങ്കിൽ ആ ഹോട്ടലുടമ ആവാം ഈ യോരിയുടെ കൂട്ടുകാരൻ. കാരണം അവന് കുറച്ച് മിസ്റ്ററി അടിപ്പിക്കണ്ട എന്തൊക്കെയോ. അപ്പോൾ വേണമെങ്കിൽ അവനും ആവും. അതെന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം. ആകെ 3 എപ്പിസോഡാണ് ഈ സീരീസിൻ്റെ ഇറങ്ങിയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കുറേ കൂടെ കാര്യങ്ങൾ മനസ്സിലാവുമായിരിക്കും. ഇതുവരെ കൈകൾ തമ്മിൽ കൂട്ടിയിട്ടില്ല. അതുകൊണ്ട്
നായകന് പ്രേതങ്ങളെ കണ്ടു തുടങ്ങില്ല. നായകന് ഒന്നാമത് പ്രേതങ്ങളെ ഭയങ്കര പേടിയാണ് താനും. അങ്ങനെ ഒരു കിടിലൻ എൻഡിങ്ങോടെയാണ് ഈ രണ്ടാമത്തെ എപ്പിസോഡ് വരുന്നത്. അപ്പം മൂന്നാമത്തെ എപ്പിസോഡ് എത്രയും വേഗം ഇടാൻ നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.